നെഗറ്റീവ് ഇട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു സമൂഹമുണ്ട്, ആ ഒരു മനസ്ഥിതിയുണ്ട്. അല്ല ഞാൻ പറയട്ടെ, ആ മനസ്ഥിതിയുടെ ഒരു സർവൈവറാണ്, വിക്ടിമായിരുന്നു, അതിന്റെ സർവൈവർ കൂടിയാണ് ഞാൻ. കാരണം ഞാൻ ഈ എന്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരെ അവർ പറയുന്നത് അറിയോ, ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർക്ക് അവർക്ക് അതിന്റെ യാഥാർത്ഥ്യം ഒന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അവരുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഒരു സാധനം വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം 35-40 ലക്ഷം രൂപ വീടിനകത്തിരുന്ന്, വെറുതെ ഒരു നല്ലൊരു മൊബൈലും ഒരു സ്റ്റാൻഡും ഒക്കെ വീടിനകത്തിരുന്ന് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്നതിന്റെ ദുരന്തം അനുഭവിക്കുന്ന പുരുഷനും അതിലൂടെ പണം ഉണ്ടാക്കുന്ന സ്ത്രീകളും അവിടെ കൂടുതൽ രണ്ടു കൂട്ടരുണ്ട്. അപ്പൊ ഒരു സ്ത്രീയെ എടുത്ത് പറയുക അല്ല സാറേ, പൊതുവെ നമ്മൾ കാണുന്നത് ഈ തരത്തിൽ സ്ത്രീ ലൈംഗികതയെ മോശമായി കാണിക്കുക, അവരുടെ ഡ്രസ്സിനെ, അവരെടുക്കുന്ന ആ ബസ്സിൽ കയറി നിന്ന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഒരു പുരുഷന്റെ സ്പർശനം ഉണ്ടോ ഇല്ലയോ എന്നല്ല, നമുക്കത് കാണുമ്പം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. മുഖത്ത് ഒരു പുരുഷനെ അപമര്യാദയെ സ്പർശിച്ചതിന്റെ യാതൊരു ഭാവവ്യത്യാസമോ വെറുപ്പോ അസ്വസ്ഥതയോ ഇല്ലാതെ വളരെ പ്രസന്നമായ മുഖത്തോട് നിന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയാം ഞാനതിനെ ന്യായീകരിക്കാൻ ആളല്ല. അവിടെ എന്താണ് നടന്നതെന്ന് നമുക്ക് ഇതുവരെയായിട്ട് ഒന്നും അറിയില്ല. മറിച്ച് 1000 സംഭവങ്ങൾ നടക്കുമ്പോ ഒരെണ്ണമായിരിക്കും നിങ്ങൾ ഇത് കാണിക്കാൻ പറയുക. ഇത് നിരന്തരം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. വെച്ചിട്ട് നാട്ടിലെ ഇതേവരെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായില്ല, ഇങ്ങനെയൊന്നും പറയരുത്. സാധാരണഗതിയിൽ ബസ്സിൽ കയറുന്ന 99% പെൺകുട്ടികൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു പുരുഷനിൽ നിന്ന് ഒരു ഷിംജിത അങ്ങനെ ചെയ്തു, ആ പെൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് സംഭവിക്കാം എന്ന് കരുതി പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് ബസ്സിൽ കയറി ഒരു പെൺകുട്ടിയും പറയൂല. ഈ ഒരു പെൺകുട്ടിയുടെ ഇനി നിങ്ങളിവിടെ ഒരു ഇഷ്യൂ, വലിയൊരു ഇഷ്യൂ നമ്മൾ സമൂഹം ചർച്ച ചെയ്യാണല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ പെൺകുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇതേ അനുഭവം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വീടെത്തുന്നവരെയും ഉണ്ടാവാം. നിങ്ങൾ അതിനുള്ള തെളിവ് ശേഖരിക്കാൻ, നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ അത് തെളിവ് ശേഖരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വീഡിയോ എടുക്കുന്നത് വരെ ഓക്കെയാണ്, പക്ഷേ സോഷ്യൽ മീഡിയയെ കോർട്ടായിട്ട് ഉപയോഗിക്കല്, വ്യൂവേഴ്സിനെ ജസ്റ്റിസ് ആയിട്ട് അതിലേക്ക് ഞാൻ വന്നില്ല. ഒറ്റ പ്രശ്നത്തിന്റെ പേരിലാണ് എല്ലാ പെൺകുട്ടികളും എന്തോരം കമന്റ് വന്നു നമ്മൾ കാണുന്നുണ്ട്. കാർബോർഡ് വെച്ച് ആമ്പിള്ളേര് കാരണം പെമ്പിള്ളേരെ ഈ ബസ്സിൽ കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പലതും കണ്ടു. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ പലരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്, ഞങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടാകുന്നവരുമാണ്. അപ്പൊ ഒരു പ്രശ്നം വെച്ച് ഏതോ ഒരു സ്ത്രീ ചെയ്തതിനെ വെച്ചിട്ട് എല്ലാ സ്ത്രീകളെ അടിച്ചമർത്താൻ പറ്റില്ല. അത് ഏതോ ബസ്സില് ഏതോ പുരുഷന്മാർ എവിടെയൊക്കെ ഏതൊക്കെയോ പുരുഷന്മാർ ചെയ്തുകൊണ്ട് ബസ്സിൽ കയറുന്ന പുരുഷന്മാർ മുഴുവൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യുന്നതിന് അതെങ്ങനെ ന്യായീകരിക്കും? 50 പേര് കയറുന്ന യാത്രക്കാരിൽ ഒരു 3 പേരെങ്കിലും ഈ രോഗികളുണ്ട്. ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന 99% സ്ത്രീകളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഏതെങ്കിലും ഒരു പുരുഷനാൽ തോണ്ടപ്പെട്ടിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.